അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കുപ്പായ ഒന്നുമില്ല, ഇന്നെൻ്റെ ബനിയനാണ്. അപ്പോൾ നിങ്ങൾ കോഴി ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, കോഴി എന്ത് ചെയ്യണോ, ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, അതെന്തിനാ തിളപ്പിക്കുന്നതെന്ന് ചോദിക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എന്തെന്ന് കാണിച്ചു തരുന്നത്. ഇതുണ്ടാ, ഇതല്ല, ഈ ചോര ഉണ്ടാവും ഇങ്ങനെ കണ്ട. ഇത് ഇനി കഴുകണം, മനസ്സിലായോ? അപ്പോൾ തിരിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. അറിയുന്നവരുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ആൾക്കാരിലുണ്ടാവും. പക്ഷേങ്കിൽ ഞാനിത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ രക്തം ഉണ്ടാവും. അപ്പോൾ ഏത് ചത്ത കോഴി മരിച്ച കോഴിക്കും രക്തം ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കണ്ട, ഇത് കണ്ടങ്ങൾ രക്തം കണ്ട. ഈ രക്തമെല്ലാം മാറ്റി പോയി കഴിഞ്ഞാൽ പല രോഗവും വരും. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല യൂട്യൂബ് ചെയ്യുക, നല്ല ഫേസ്ബുക്കിൽ വീഡിയോ ഇടുക, ടിക്ടോക്കിൽ നല്ല വീഡിയോ ഇടുക. ഇതാണ് എൻ്റെ പരിപാടി. എന്നെ വിളിച്ചാലും കിട്ടും, വാട്സാപ്പിലും കിട്ടും. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പം പുതിയ നമ്പർ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് മറിക്കുക. വേണ്ട രക്തം കണ്ട് നിങ്ങൾ. അപ്പോൾ ഇതൊന്നെല്ലാം ഞാൻ ഇപ്പം അടുത്തടുത്ത് പഠിച്ചാണ്. പണ്ടല്ല ഞാനും അങ്ങനെ തന്നെ ചെയ്യല്. അപ്പോൾ അവിടെ കൊയ്യാൻ കിട്ടിട്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഞാൻ കൈ കഴിഞ്ഞാൽ മഞ്ഞൾ ഇട്ടിട്ടൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളപ്പിച്ചാൽ മതി. ചില ആൾക്കാർ മഞ്ഞളും വിനീഗറിലിട്ട് കഴുകും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് തിളപ്പിച്ചാൽ എന്ത് ചെയ്യും, ഈ രക്തം ഇങ്ങനെ പോരും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊന്ന് കൈ കഴിഞ്ഞാൽ മതി. അപ്പോൾ ചില ആൾക്കാർ പറയും ഇതിൻ്റെ വിറ്റാമിൻസ് പോയി, ബെനിഫിറ്റ് പോയി പോകുന്നല്ലോ. ആട് തിളപ്പിക്കുമ്പോൾ തന്നെ കോഴിയും തിളപ്പിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. യൂട്യൂബിൻ്റെ പേര് ജമാൽ കിച്ചൻ തന്നെയാണ്. ആദ്യം അറേബ്യൻ കിച്ചൻ ബൈ ജമാലാണ്, ഇപ്പോൾ ജമാൽ കിച്ചൻ തന്നെയാക്കി. ഈ 2 ചാനലുണ്ട്. ഒന്ന് പഴയതാണ്, അതിനകത്ത് കുറച്ച് 36 വീഡിയോസേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളതിൽ 100 ചില്ലാനും വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, കുടുംബ ഗ്രൂപ്പിൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ.